വർഷം 1903 മുംബൈയുടെ തീരത്ത് ഒരു സ്വപ്നം ജനിച്ചു. അതിന്റെ പേര് താജ്മഹൽ പാലസ് ഹോട്ടൽ. ഇത് നിർമ്മിച്ചത് ഇന്ത്യൻ വ്യവസായിയായിരുന്ന ജംഷഡ്ജി ടാറ്റ ആയിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചില ഹോട്ടലുകളിൽ ഇന്ത്യൻ പൗരന്മാരെ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. അതിന് മറുപടിയായിട്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ഈ ഹോട്ടൽ അദ്ദേഹം പണിതത്. അന്നു മുതൽ ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രതീകമായി ഇത് മാറി. 1903 ഒരു രാത്രി താമസിക്കാൻ ഇവിടെ ചെലവ് 6 രൂപയും 50 പൈസയും മാത്രമായിരുന്നു. അതേസമയം അത് ഒരു വലിയ തുകയായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ രാജകീയമായ ആഡംബരം അതിന് മുകളിലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതേ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യുവാൻ 40,000 മുതൽ 2 ലക്ഷം രൂപ വരെ വരും. ലോകത്തിലെ ഏറ്റവും ആഡംബരമായ ഹോട്ടലുകൾ ഒന്നായി താജ് മാറി. അങ്ങനെയിരിക്കെ 2008 നവംബർ 26 ആ രാത്രിയിൽ മുംബൈയുടെ താജും ചരിത്രം കണ്ടു. ലഷ്കർ ഇ തോയ്ബ ഭീകര സംഘടനയുടെ തീവ്രവാദികൾ നഗരം ആക്രമിച്ചു. താജ് ഹോട്ടൽ അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന വെടിവെപ്പിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. ജീവനക്കാർ പലരെയും രക്ഷിച്ചു. ചിലർ തങ്ങളാൽ തന്നെ ബലി നൽകി. തീയും പുകയും നിറഞ്ഞ ആ രാത്രിയിൽ താജ് മൗനമായിരുന്നുവെങ്കിലും തോൽവിയില്ലായിരുന്നു. 2009 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ പുതിയ താജ് വീണ്ടും തുറന്നു. പുനർനിർമ്മിച്ച മതിലുകൾ പറഞ്ഞത് ഒരേ ഒരു വാക്കായിരുന്നു: മുംബൈ വീഴും, പക്ഷേ എഴുന്നേൽക്കും. ഇന്ന് താജ്മഹൽ പാലസ് ഹോട്ടൽ ഒരു കെട്ടിടമല്ല, അത് ഒരു ചരിത്രം, ഒരു ഓർമ്മ, ഒരു ധൈര്യത്തിന്റെ പ്രതീകം, മുംബൈയുടെ ഹൃദയത്തോടൊപ്പം നിൽക്കുന്ന അഭിമാനം.